സാറേ, കേസൊക്കെ ക്ലോസ് ചെയ്താണല്ലോ. 2016 ജൂലൈയിലായിരുന്നു ആ കേസിന് ആസ്പദമായുള്ള സംഭവം നടന്നത്. ചെന്നൈയിലായിരുന്നു അത്. പതിവ് പോലെ സ്വാതിയുടെ അച്ഛൻ അവളെ IT കമ്പനിയിൽ കൊണ്ടുവിടുന്നതിന് വേണ്ടിയിട്ട് നുങ്കമ്പക്കം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. അപ്പോൾ സമയം ഏകദേശം ഒരു 6:35 കാണും. പക്ഷെ അവൾ എത്തുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ അവളെയും കാത്ത് ഒരു അജ്ഞാതൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവളവിടെ എത്തി അവളുമായിട്ട് ഒരു സംസാരത്തിൽ ഏർപ്പെട്ടു അയാൾ. അത് കഴിഞ്ഞ് ആ സംസാരം പിന്നെ ഒരു തർക്കമായി മാറി. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വടിവാളെടുത്ത് സ്വാതിയെ അയാൾ കൊലപ്പെടുത്തി. പക്ഷേ ഏകദേശം ഒരു 50ഓളം ആളുകൾ അവിടെ ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അത് പിടിച്ചു മാറ്റാനോ അയാളെ ചോദ്യം ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ഉടനെ തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തി അവിടെ അന്വേഷണം നടത്തി. അന്നവിടെ CCTV ഫുട്ടേജ് ഉണ്ടായിരുന്നില്ല നുങ്കമ്പക്കം റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ സമീപത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് 6:32 അതിലൂടെ ഒരു ആൾ അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളർ ഷർട്ടുള്ള ഒരാൾ. അതേ ആൾ തന്നെ 6:45 തിരിച്ചതിലൂടെ പാസ് ചെയ്യുന്നതും കണ്ടായിരുന്നു. ഏകദേശം ഒരു 6:40 ആ കൊല നടന്നത്. പോലീസ് പിന്നെ പല അന്വേഷണങ്ങളും നടത്തി. അങ്ങനെ ഏകദേശം ഒരു ജൂലൈ 1 തിരുനെൽവേലിയിലുള്ള മീനാക്ഷിപുരത്തെ ഒരു വീട്ടിൽ രാത്രി പോലീസ് എത്തി. അന്നവിടെ ആ ഏരിയ മൊത്തം പവർ കട്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഗൃഹനാഥൻ ഇറങ്ങി വന്ന് അയാളോട് ചോദിച്ചു പോലീസ്, മുത്തുകുമാർ എന്ന് പറയുന്ന ആൾ ഇവിടെയല്ലേ താമസിക്കുന്നതെന്ന്. അയാൾ മറുപടി പറഞ്ഞു, മുത്തുകുമാർ എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല എന്ന്. പോലീസ് ഉടനെ തന്നെ ചോദിച്ചു, ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്, നിങ്ങൾ എത്ര മക്കളുണ്ട് എന്നൊക്കെ. അയാൾ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ഇവിടെ എനിക്ക് 2 പെൺമക്കളാണുള്ളത്. എൻ്റെ മകനും കൂടെ ഞങ്ങൾ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ എൻ്റെ മകൻ്റെ പേര് മുത്തുകുമാറല്ല, രാംകുമാറാണ് എന്നാണ് അയാൾ പറഞ്ഞത്. പോലീസ് ഉടനെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് രാംകുമാറിനൊന്ന് കാണണം. അയാളെയും കൂട്ടി വീടിൻ്റെ പുറകുവശത്തേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കിടന്നുറങ്ങുമായിരുന്നു എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അവിടെ എത്തിയപ്പോൾ രാംകുമാർ കഴുത്തിൽ ബ്ലേഡ് വെച്ചിട്ട് മൊത്തം രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള പോലീസുകാർ ഉടൻ തന്നെ രാംകുമാറിനെ പിടികൂടുകയും ചെയ്തു. പോലീസ് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തത്? അയാൾ മറുപടി പറഞ്ഞു, സ്വാതിയുടെ കേസിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. പോലീസ് എൻ്റെ വീട് വളഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ജൂലൈ 2 അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ചികിത്സ ഒക്കെ കഴിഞ്ഞ് ജൂലൈ 5 തന്നെ അയാളെ ജയിലിൽ അടക്കുകയും ചെയ്തു. വാ തുറന്ന് ഒന്നും തന്നെ പറയാൻ പോലീസ് അയാളെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 2016 ഡിസംബറിൽ ജയിലിൽ നിന്നൊരു വാർത്ത വന്നു. ജയിലിലെ പ്ലഗ് പോയിന്റിൽ നിന്നും വരുന്ന ഇലക്ട്രിക്കൽ വയർ കടിച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. അയാൾ മരിച്ചുകൊണ്ട് തന്നെ കോടതി ആ കേസ് ക്ലോസ് ചെയ്തു. പക്ഷേ ഉത്തരം കിട്ടാത്തൊരു ചോദ്യങ്ങൾ അവിടെ ബാക്കിയായി കിടക്കുന്നുണ്ട്. സ്വാതിയും അയാളും തമ്മിൽ എന്തായിരിക്കും ബന്ധം? അയാൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും സ്വാതിയെ കൊലപ്പെടുത്തിയത്? രാംകുമാർ സ്വാതി കേസിൽ എന്തെങ്കിലും വഴിത്തിരിവുകളുണ്ടോ? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അത് കിടക്കുകയാണ്.